ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ നമ്മളൊരു വെഹിക്കിളിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം. കാരണം ഞാൻ എൻ്റെ ടാറ്റ ഹാരിയർ ആയിട്ട് കഴിഞ്ഞ 6 മാസത്തിൽ പല ലോങ് ട്രിപ്പുകളും ചെയ്തിരുന്നു. നമ്മൾ ഗോവയിൽ നിന്ന് ലഡാക്ക് വരെ ഒരു 6600 കിലോമീറ്ററിന്റെ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ വരെ നമ്മൾ ഈ വണ്ടിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എല്ലാവരും ചോദിച്ചിരുന്ന പല ക്വസ്റ്റ്യൻസിനും ഉത്തരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ സെഗ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഇലക്ട്രിക് വെഹിക്കിൾ നമുക്ക് ഫാമിലി ആയിട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റുമോ? അതിൽ ഒരു 5-6 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഒന്ന്, എല്ലാവരും ചോദിക്കുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം, ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ. ഇന്ത്യയിൽ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ? 2, റേഞ്ച് വെച്ച് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം? 3, ഇത് ഏതൊക്കെ ചാർജിങ് ആപ്പുകൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കണം? 4, നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് വളരെ ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാം. പിന്നെ നമുക്ക് ടെറൈൻ, അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ടെറൈൻ, നമ്മുടെ ട്രിപ്പിലെ ടെറൈൻ, അത് സമുദ്രമാണോ അതോ ഹില്ലി റീജിയൻസ് ആണോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു വെഹിക്കിൾ കൊണ്ട് ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ പ്ലാൻ ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, എവിടെ പോയാലും ചാർജിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ? ഞാൻ ലഡാക്കിൽ പോയ സ്റ്റോറി അറിഞ്ഞവരെല്ലാവരും എന്നോട് ചോദിച്ചത്, ലഡാക്കിൽ ചാർജിങ് ഉണ്ടോ? ഈ വണ്ടിയായിട്ട് ലഡാക്കിലൊക്കെ പോകാൻ പറ്റുമോ? ഇന്ത്യയിൽ എവിടെ വേണേൽ പോവാം. ഞാൻ ഗോവ ടു ലഡാക്ക്, ഗോവ ടു കേരള, അങ്ങനെ മൾട്ടിപ്പിൾ ലോങ് ഡ്രൈവ് ചെയ്തു ഈ വണ്ടിയിൽ. 7 സംസ്ഥാനങ്ങളിൽ നമ്മൾ ഈ വണ്ടിയായിട്ട് പോയി. എല്ലായിടത്തും ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിന് യാതൊരു ബുദ്ധിമുട്ടും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഇപ്പോൾ പെട്രോൾ പമ്പുകളിൽ ചാർജിങ് സ്റ്റേഷൻ മാൻഡേറ്ററി ആണ്. അത് പലയിടത്തും ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കില്ല, പക്ഷേ നമുക്ക് എവിടെ പോയാലും ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ശ്രീനഗറിൽ വരെ ഒരു കുഴപ്പം ഉണ്ടായില്ല. നമുക്ക് മൾട്ടിപ്പിൾ ചാർജിങ് സ്റ്റേഷൻസിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. ശ്രീനഗറിൽ നിന്ന് മേളിലോട്ട് പോകുമ്പോൾ ശ്രീനഗർ ടു കാർഗിലിൻ്റെ ഇടയ്ക്ക് അവിടെ നമുക്കൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. കാർഗിലിൽ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. കാർഗിലിൻ്റെയും ലഡാക്കിൻ്റെ ഇടയ്ക്ക് ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ലഡാക്കിൽ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. ലഡാക്കിൽ 2-3 ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഇഷ്യൂ അല്ല. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ കുറേ ഉണ്ട്, പക്ഷേ ഇതെങ്ങനെ കണ്ടുപിടിക്കാം, അതൊരു വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ചാർജിങ് പ്ലാൻ ചെയ്യേണ്ടി വരും. കാരണം നമുക്കധികം സമയം അതിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ എപ്പോഴും റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ നമുക്കതുപോലെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ചാർജ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേക്ക് ഒരു 1-1.5 മണിക്കൂർ എങ്ങനെയാലും പോകും. അപ്പോഴത്തേക്ക് നമുക്ക് വണ്ടി ചാർജ് ചെയ്ത് കിട്ടും. നിങ്ങൾ ഇൻഡിവിജ്വൽ ഒറ്റയ്ക്കാണ് പോകണമെങ്കിൽ, ഞാൻ ലഡാക്കിൽ നിന്ന് തിരിച്ചു വന്നത് ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒറ്റയ്ക്കുള്ള ട്രിപ്പിൽ നമ്മൾ കൂടുതലും നമുക്ക് ഈസി ആയിട്ട് പെട്രോൾ പമ്പുകളിൽ ചാർജ് ചെയ്യാം. കാരണം നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. അവിടെ നിന്ന് ഇറങ്ങി വന്ന് നടന്ന അടുത്ത ചായക്കടയിലോ അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാം. പെട്രോൾ പമ്പിൽ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് റേറ്റും കുറവാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ചാർജിങ് സ്റ്റേഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് പല ആപ്പുകളുണ്ട്. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നവർക്കറിയാം. ഫ്ലെക്സ് ഉണ്ട്, സ്റ്റാറ്റിക് ഉണ്ട്, ചാർജ് മോഡുണ്ട്, ജിയോയുടെ ആപ്പ് ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഗൂഗിൾ മാപ്പിൽ ഇതുവരെ ഫുള്ള് ചാർജിങ് സ്റ്റേഷൻസ് അപ്ഡേറ്റഡ് അല്ല. അപ്പം ഞാൻ പല ട്രിപ്പുകളിലും പല ആപ്ലിക്കേഷൻസ് എടുത്ത് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. അതിലൊക്കെ എനിക്കൊരു ട്രിക്ക്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ട്രിക്ക് മനസ്സിലായത്, നമുക്ക് ചാറ്റ് GPT അല്ലെങ്കിൽ ജെമിനൈ അല്ലെങ്കിൽ ക്ലൗഡ്, നമ്മുടെ AI ടൂൾസ് നമുക്കിതിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ഈസിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആക്ച്വലി ചാർജിങ് സ്റ്റേഷൻസ് കണ്ടുപിടിക്കാൻ ചാറ്റ് GPTയോട് പറഞ്ഞാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കും. നമുക്ക് ഇന്നടത്ത് മുതൽ ഇന്നടത്ത് വരെ നമുക്ക് ട്രാവൽ ചെയ്യണം. ഇന്ന ലൊക്കേഷൻ ടു ഇന്ന ലൊക്കേഷനാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അതിൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് വേണം, ഹൈലി ഗൂഗിൾ റേറ്റഡ് റെസ്റ്റോറൻറ്റ്സ് കണ്ടുപിടിക്കൂ, ചാർജിങ് സ്റ്റേഷൻസ് ഉള്ള റെസ്റ്റോറൻറ്റ്സ് കണ്ടുപിടിക്കൂ, അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് കണ്ടുപിടിക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓപ്ഷൻസ് കണ്ടുപിടിച്ച് കിട്ടും. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിപ്പാണ്. നിങ്ങൾ അടുത്ത ട്രിപ്പിൽ
ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ChatGPT അല്ലെങ്കിൽ ജെമിനിയോ അങ്ങനത്തെ AI ടൂൾസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ട്രിപ്പ് നിങ്ങൾക്ക് ChatGPT അല്ലെങ്കിൽ ഇതുപോലത്തെ ടൂൾസ് വഴി പ്ലാൻ ചെയ്യാം. അത് എനിക്ക് വളരെ പ്രയോജനപ്പെട്ടൊരു ടിപ്പാണ്. അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആവും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ്, നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ ഏത് ലൊക്കേഷൻ ആണെന്നുള്ളതും ആ ലൊക്കേഷൻ്റെ അത് ഒരു ഫ്ലാറ്റ് ലൊക്കേഷൻ ആണോ അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് ഈ ഹില്ലി റൈഡ് ഉണ്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ഗോവ കേരള ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാം. കാരണം 800 കിലോമീറ്റർ നമുക്കറിയാം, ഓക്കെ 400 കിലോമീറ്റർ റേഞ്ച് കിട്ടും, ഇടയ്ക്ക് ഒരു പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടി വരും. അത് ഗോവ ടു കാസർഗോഡിൽ ചാർജ് ചെയ്യുക, കാസർഗോഡിൽ നിന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെത്തും. പക്ഷേ അതേ സമയത്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഊട്ടി, മൂന്നാർ, അല്ലെങ്കിൽ ഞാനീ പോയ പോലെ ലഡാക്ക്, ഹിമാലയ അങ്ങനെയൊക്കെ പോകുമ്പോൾ അപ്ഹിൽ വരുമ്പോൾ പെട്ടെന്ന് ചാർജ് ഡൗൺ ആവും. അപ്പോൾ അത് നമ്മുടെ പ്ലാനിങ്ങിനെ വളരെയധികം ബാധിക്കും. ഞാൻ 1-2 വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു. കൊടൈക്കനാലിൽ പോയ ആൾക്കാർ താഴെ കൊടൈക്കനാലിൽ നിന്ന് മേളിൽ കയറി 30% ചാർജ് വെച്ച് കയറി ഇടയ്ക്ക് വെച്ച് ചാർജ് തീർന്നു പോകുന്ന അവസ്ഥയ്ക്ക് വരും. കാരണം ഇപ്പോൾ മേട്ടുപ്പാളയം ഊട്ടി കിലോമീറ്റർ 50 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷെ 50 കിലോമീറ്ററിൽ ഒരു 1500 അടിയാണ് കയറുന്നത്. അപ്പോൾ കൂടുതൽ ഹെയർ പിൻ ബെൻഡുകളും അതുപോലെ തന്നെ കുറേ കയറ്റവും വരും. അപ്പോൾ കയറ്റം വരുമ്പോൾ നമുക്ക് ചാർജ് പെട്ടെന്ന് ഡൗൺ ആവും. അപ്പോൾ ആ ഒരു പ്ലാനിങ് നമ്മുടെ ട്രിപ്പിൽ എന്തായാലും വേണം. നമ്മൾ പോണതിന് മുന്നേ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണോ, ഇപ്പോൾ ഹൈ ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ ലഡാക്കിൽ പോയപ്പോൾ ജമ്മു വരെ പ്ലെയിൻ ആണ്, ഒരു കയറ്റവും ഇല്ല. പക്ഷെ ജമ്മു ടു ശ്രീനഗർ കയറ്റം തുടങ്ങും, ശ്രീനഗർ ടു കാർഗിൽ പിന്നെയും കയറ്റം തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടുള്ള ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ കണ്ടുപിടിച്ച് അത്ര റേഞ്ച്, അപ്പോൾ നമുക്ക് 400 റേഞ്ച് കാൽക്കുലേറ്റ് വെച്ച് പോകാൻ പറ്റില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം, നമുക്ക് EV വെഹിക്കിൾസ്, ഇപ്പം ഹൈ എൻഡ് EV വെഹിക്കിൾസ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ ഹാരിയർ അല്ലെങ്കിൽ മഹീന്ദ്ര XE9, 6E9 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. അതായത് ഇലക്ട്രിക്, നിങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ നിന്ന് ചാർജ് എടുത്ത് കുക്കിംഗ് നമുക്ക് ചെയ്യാം. റെഡി ടു കുക്കോ അല്ലെങ്കിൽ ചായയോ അല്ലെങ്കിൽ എന്തുവേണം നമുക്ക് ഉണ്ടാക്കാം. ഇൻഡക്ഷൻ കുക്കറിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് ഒരു നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ് ഒക്കെ കിട്ടുമ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് നിർത്തി ഒരു ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു EV വെഹിക്കിളിൽ ചെയ്യാൻ പറ്റും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അടുത്ത 1-2 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, ഒന്ന്, എക്സ്പ്രസ് ഹൈവേയിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ എക്സ്പ്രസ് ഹൈവേകൾ, ഇപ്പോൾ ഞങ്ങൾ ലഡാക്കിൽ പോയപ്പോൾ മുംബൈ ഡൽഹി എക്സ്പ്രസ് ഹൈവേ, അതുപോലെ ഹരിയാന, രാജസ്ഥാൻ, അവിടെയൊക്കെ പുതിയ പുതിയ എക്സ്പ്രസ് ഹൈവേകളുണ്ട്. അവിടെ ഇതുപോലത്തെ എക്സ്പ്രസ് ഹൈവേകളിൽ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ അത്രയും ആയിട്ടില്ല. അപ്പോൾ അവിടെ പുതിയ എക്സ്പ്രസ് ഇപ്പോൾ തുറന്നിട്ടേ ഉള്ളൂ. അവിടെയൊക്കെ വരും ചാർജിങ് പോയിന്റ്സ്, പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്നും ഇൻസ്റ്റലേഷൻ നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ എക്സ്പ്രസ് വേകളൊക്കെ എടുക്കുമ്പോൾ അതിന് മുന്നേ നമ്മൾ നോക്കണം ഈ സ്ട്രെച്ചിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടോ ഇല്ലയോ എന്ന്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമുക്ക് നമ്മുടെ നോർമൽ പെട്രോൾ ഡീസൽ വണ്ടികൾ ഉപയോഗിക്കുന്ന പോലെ ഇത് പ്ലാൻ ചെയ്തിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. കുറച്ച് പേഷ്യൻസ് വേണം. ചാർജിങ് വണ്ടിയുടെ റേഞ്ച് അനുസരിച്ച്, വണ്ടിയുടെ റേഞ്ച് കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഹാരിയർ EV ഒക്കെ ആയിട്ട് ഞാൻ പോകുമ്പോൾ നമുക്ക് 500 കിലോമീറ്റർ 450 കിലോമീറ്റർ എന്നൊക്കെ പറയുമെങ്കിൽ എനിക്കറിയാം നമ്മൾ 90% ചാർജേ കൺസിഡർ ചെയ്യുള്ളൂ. ലാസ്റ്റ് 10% ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ആ 90% എത്ര പോകും അതനുസരിച്ചിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻസ് നമുക്ക് ഇടയ്ക്ക് ഫുഡ് നിർത്താനോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ അനുസരിച്ച് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം ടൈം വേസ്റ്റ് ആവില്ല. അപ്പോൾ കുറച്ച് പേഷ്യൻസ് ആവശ്യമാണ് ഇതിന്. അത് EVയുടെ ഒരു ഫാക്ടറാണല്ലോ, ഫീച്ചറാണത്. അപ്പോൾ അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ലോങ് ഡിസ്റ്റൻസ് ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാൻ. പക്ഷേ നമുക്കത് ഈസി ആയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ അധികം ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഫോൺ എക്സ്റ്റൻഷൻ കേബിളും നമ്മുടെ ചാർജിങ് വണ്ടിയുടെ സ്ലോ ചാർജർ നമുക്ക് കിട്ടുന്ന പവർ പ്ലഗിലോ അല്ലെങ്കിൽ ഹോട്ടൽസിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലൊക്കെ പവർ പ്ലഗിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് ലെങ്ത് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 20 മീറ്ററിൻ്റെങ്കിലും നമ്മുടെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള എക്സ്റ്റൻഷൻ കേബിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വണ്ടിയിൽ അത് ഞങ്ങൾ ലഡാക്ക് ട്രിപ്പിന് പോയപ്പോൾ ഉണ്ടാക്കിയതാണ്. പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടെ നോക്കാം. ഈ എക്സ്റ്റൻഷൻ കേബിൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു അഡീഷണൽ എർത്തിങ് പ്രൊവിഷൻ അതിൽ എന്തായാലും വേണം. കാരണം ഞാൻ പോയ വഴിക്ക് ഒരു 4 പ്രാവശ്യം ഞാൻ ആ കേബിൾ ഉപയോഗിച്ചു. അതിൽ ആദ്യത്തെ 2 പ്രാവശ്യം ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ കാർഗിലിൽ നമ്മളത് ഒരു ഹോട്ടലിലെ പവർ പ്ലഗിൽ യൂസ് ചെയ്തപ്പോൾ അവരുടെ പവർ പ്ലഗിന്റെ
എർത്തിങ് മോശമായതുകൊണ്ട് വണ്ടി പവർ എടുക്കൂല. കാരണം ഇതിൽ എർത്തിങ് നല്ലതാണെങ്കിൽ മാത്രമേ ചാർജിങ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അവരുടെ എർത്തിങ്ങിന്റെ പ്രശ്നം കാരണം എനിക്ക് ആ അഡീഷണൽ എർത്തിങ് പോയിന്റ് ഞാൻ അന്നേരം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മൾ എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ടാക്കുമ്പോൾ ഒരു അഡീഷണൽ എർത്തിങ് നമ്മുടെ ഭാഗത്തുനിന്ന് അത് ആവശ്യമെങ്കിൽ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് പ്രൊവിഷൻ ചെയ്ത് വെക്കാം. അപ്പൊ അത് എന്തായാലും ഒരെണ്ണം ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ആ എക്സ്റ്റൻഷൻ കേബിൾ നമുക്ക് ഇനി അഥവാ ചാർജിങ് സ്റ്റേഷൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വണ്ടിയെ ചാർജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഇതിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ വണ്ടി സർവീസ് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. കാരണം നമുക്ക് ട്രിപ്പിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അധികാരം ശ്രദ്ധിക്കാത്തതും അധികാരം പറഞ്ഞു തരാത്തതുമായിട്ടുള്ളൊരു ടിപ്പാണ്, നമ്മുടെ വണ്ടിയുടെ കീ ഉണ്ടല്ലോ, കീയുടെ ബാറ്ററി. അത് എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ കഴിഞ്ഞ 6 മാസത്തിൽ ഇപ്പോൾ 2 മാസം ഓൾറെഡി ആ ബാറ്ററി മാറിക്കഴിഞ്ഞു. അത് ഒരു 3 മാസത്തിൽ കൂടുതലൊന്നും ആ ബാറ്ററി നിൽക്കുന്നില്ല. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ സ്പെയർ ഉണ്ടാവണം. ഈ കീയുടെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ 1-2 സ്പെയർ ബാറ്ററി വണ്ടിയിൽ എപ്പോഴും സൂക്ഷിക്കുക. കാരണം നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയി കടയോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പോ ഒന്നും ഇല്ലാത്തടത്ത് വെച്ചാണ് നമ്മുടെ കീയുടെ ബാറ്ററി തീരുന്നതെങ്കിൽ പണിയാണ് വണ്ടി. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കാർഡ് വേണം, സ്പെയർ കീ വേണം, അതൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരൊറ്റ കീ കൊണ്ടല്ലേ നടക്കണേ. അപ്പോൾ അതിൻ്റെ ബാറ്ററി സ്പെയർ ബാറ്ററി വെക്കുക, വണ്ടിയുടെ സർവീസിങ് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഓവറോൾ നമ്മളൊരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇതുവരെ ചർച്ച ചെയ്തത്. ഒന്ന്, ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ലൊക്കേഷൻ എവിടെയാണോ ഓൾട്ടിറ്റ്യൂഡ് നോക്കി നമ്മുടെ ഡിസ്റ്റൻസ് അനലൈസ് ചെയ്ത് റേഞ്ച് അനലൈസ് ചെയ്ത് ചാർജിങ് സ്റ്റേഷൻസ് കണ്ടുപിടിക്കുക. ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിക്കാനുള്ള ടിപ്പ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ChatGPT, Gemini പോലുള്ള AI ആപ്ലിക്കേഷൻസ് ട്രൈ ചെയ്ത് നോക്കുക. വണ്ടി പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുക. വണ്ടിയുടെ കീയുടെ ബാറ്ററി അതൊരെണ്ണം കയ്യിൽ വയ്ക്കാൻ മറക്കരുത്. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മളിതിൽ പ്ലാൻ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻസ് വേണം. നമുക്ക് പെട്രോൾ വെറുതെ അടിച്ച് ഡീസൽ അടിച്ചിട്ട് പോണ പോലെ ഈ വണ്ടിയായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇത്രയും ട്രാവൽ ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. വളരെ എക്കോണോമിക്കലായിട്ട് നമുക്ക് ബുക്കിംഗ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ആയിരിക്കും EV വഴി. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.